ഇരിക്കെ പമ്പയിലും സന്നിധാനത്തും തീർത്ഥാടകരിൽ നിന്ന് അമിത വില ഈടാക്കുന്ന കടകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർക്കാണ് നിർദ്ദേശം നൽകിയത്. നിശ്ചിത ഇടവേളകളിൽ പരിശോധന നടത്തണമെന്നും കോടതിയുടെ നിർദ്ദേശം. സന്നിധാനത്തും സോപാനത്തിലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോട് റിപ്പോർട്ട് തേടി. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കോടതി പറയുന്നത് എന്താണ്? ശ്രീകാന്ത്. ശ്രീജിത്ത്, ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ കേസുകൾ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിരുന്നു. അതിൽ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ചില പ്രശ്നങ്ങൾ സ്പെഷ്യൽ കമ്മീഷണർ സൂചിപ്പിച്ചതായി ഹൈക്കോടതി പറഞ്ഞു. ദേവസ്വം ബോർഡിനോട് ഇത് സംബന്ധിച്ച് കോടതി വിശദാംശങ്ങൾ ആരാഞ്ഞു. ഇത്തരത്തിൽ ഭക്തരിൽ നിന്നും അമിതമായി വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം, ഇതാണ് കോടതി ഇന്ന് പറയുകയുണ്ടായത്. മാത്രമല്ല, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാർക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. നിശ്ചിത ഇടവേളകളിൽ നിങ്ങൾ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പമ്പ, സന്നിധാനം പാതയിലെ കടകളിലും പരിശോധന നടത്തണം, കർശന നടപടി വേണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. അതേസമയം ശബരിമല തിരുമുറ്റത്തും സോപാനത്തും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. അവിടെ ഇപ്പോൾ മൊബൈൽ ഫോൺ നിരോധിച്ചിട്ടുണ്ട്. ഒപ്പം 18-ാം പടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ നിന്ന് ഫോട്ടോ എടുത്ത സംഭവമുണ്ട്. ഈ നടപടി അംഗീകരിക്കില്ല എന്നാണ് കോടതി പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്, പക്ഷേ ഇത്തരം നടപടികൾ അനുവദനീയമല്ലെന്നും പ്രത്യേകതകൾ ധാരാളമുള്ള ആരാധനാലയമാണ് ശബരിമലയെന്നും കോടതി പറയുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഇത്തരം വിവിധ വിഷയങ്ങൾ ശബരിമല തീർത്ഥാടന കാലം തുടങ്ങിയത് മുതൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയും ചെയ്യുന്നതാണ്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.